ഗുഡ് മോർണിംഗ് വെസ്റ്റിജൻസ്. ഞാൻ വിഷ്ണു മോഹൻ, വെസ്റ്റിജ് കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ്. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. വെജ് ഗ്ലൂക്കോസമിൻ ടാബ്ലറ്റ്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഗ്ലൂക്കോസമിൻ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് പുറമെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വെജ് ഗ്ലൂക്കോസമിൻ ടാബ്ലറ്റ്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂക്കോസമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘടകം ഇന്ന് ആളുകളിൽ കുറഞ്ഞു വരുന്നതിന് സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് പറയുകയാണെങ്കിൽ സന്ധി സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇന്ന് ലോകത്ത് 2-ാം സ്ഥാനം നേടിയിരിക്കുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അവിടെ തരുണാസികൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലമാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ 10 പേരെ എടുത്താൽ അതിൽ 4 ആൾക്കാർക്ക് ഇന്ന് സന്ധി സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് പുതിയ സർവേകൾ പ്രകാരമുള്ള റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. അതുപോലെ പൊണ്ണത്തടിയുള്ളവരിലും 3 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങളും തേയ്മാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസമിൻ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 40 വയസ്സ് കഴിയുന്ന അവസരം തൊട്ട് ഗ്ലൂക്കോസമിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദനം കുറയുകയും അത് മുട്ടുകൾക്കും എല്ലുകൾക്കും തേയ്മാനം സംഭവിക്കുകയും തരണാസികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും സൈനോ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയാനും ഒക്കെ അത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് സാധാരണയായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അളവ് കുറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസമിൻ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊന്നും സാധാരണഗതിയിലുള്ള ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 10-ൽ 4 ആൾക്കാർക്കും വെജിറ്റേറിയനാണ് ആഹാരം ആയിട്ട് അവർ കഴിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെജിറ്റേറിയൻ ഗ്ലൂക്കോസമിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ 10-ൽ 4 ആൾക്കാരെന്ന് ഇന്ത്യയിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്കൂടെ തീർച്ചയായിട്ടും ഉതകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസ്ഥികളുടെ അല്ലെങ്കിൽ സന്ധികളുടെ അവസ്ഥകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർമൽ ജോയിൻസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ തരണാസികൾക്കും എല്ലുകൾക്കും സൈനവ് ഫ്ലൂയിഡിനും അവിടെ സന്ധിയിലുള്ള മസിലുകൾക്കൊന്നും പ്രത്യേകിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തരണാസികൾ കേടുപാട് സംഭവിച്ചിട്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിയുരസുന്ന ഒരു അവസരമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷനാണ്. മറ്റൊന്നാണ് റുമനോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നൊരു പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സ്വയം പ്രതിരോധക ശേഷി നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ ഈ സന്ധികൾക്ക് ഉണ്ടാക്കുന്ന കോട്ടങ്ങളാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള സന്ധികൾക്കുള്ള മസിലുകളൊക്കെ വീക്കാവുകയും അവിടെയുള്ള മെമ്പറൈൻസിന് കേടുപാടുകൾ വരികയും തരണാസികൾക്കും അത് സൈനോ ഫ്ലൂയിഡിനൊക്കെ അത് പ്രശ്നമായി തീരുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് കാണിച്ചു തരുന്ന ഒരുപാട് സിംറ്റംസ് ഉണ്ട്. ഒന്ന് വേദന എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, വളരെ ഹാർഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാവും. അതുപോലെ ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആ ഒരു മൃദുത്വം നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നത് അറിയാൻ പറ്റും. ആയാസക്കുറവ് നമുക്കവിടെ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് സെൻസേഷൻ എന്ന് പറയുന്നൊരു പ്രോബ്ലംസ്, നമുക്ക് എല്ലുകൾ ഒരിയുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ ബോൺ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളുടെ അഗ്രഭാഗങ്ങളിൽ എല്ല് വളർന്നു വരുന്ന അല്ലെങ്കിൽ മുഴച്ചു വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാൻ പറ്റുന്നതാണ്. അതുപോലെ സ്വെല്ലിങ്, നീര് ഉണ്ടാകുന്നതും ഒക്കെ ഇതിൻ്റെ സിംറ്റംസാണ്. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന ആൾക്കാരിലെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ ഈ ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. വണ്ണം കൂടുതലുള്ള അല്ലെങ്കിൽ പൊണ്ണത്തടി അധികമായിട്ടുള്ള ആൾക്കാരിൽ ഇത് വരാറുണ്ട്. ജോയിൻസിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ ജെനറ്റിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. മെറ്റാബോളിക് ഡിസോർഡർ സംഭവിക്കുന്ന ആൾക്കാരിലും ഇത് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില അസ്ഥി സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഒരു പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെജ് ഗ്ലൂക്കോസമിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ ജോയിൻറ്റ് ഹെൽത്തിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ് ഗ്ലൂക്കോസമിൻ ടാബ്ലറ്റ്സ്, വെജ് ഗ്ലൂക്കോസമിൻ ടാബ്ലറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രൂവൽ ഫ്രീ ആണ്. അതായത് മൃഗക്കൊഴുപ്പുകളോ മറ്റോ ഒന്നും മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ
മൃഗക്കൊഴുപ്പുകളോ മറ്റോ ഒന്നും എടുക്കാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെയാണ്. കോൺ അഥവാ ചോളം പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലൂക്കോസമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു കിട്ടും. ഇത് നമ്മുടെ സൈനോ ഫ്ലൂയിഡിലും തരുണാസികളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ഘടകമാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊൺട്രോയിറ്റിൻ സൾഫേറ്റ് എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ആ ഒരു ഘടകം ഇതുപോലെ തന്നെ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതാണ്. അത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. അത് ആൽഗെ അല്ലെങ്കിൽ പായലുകളിൽ നിന്നൊക്കെയാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനോ ഫ്ലൂയിഡിൽ കൂടുതൽ ഉണ്ടാവാനായിട്ടും തരുണാസുകൾ കൂടുതൽ സ്ട്രോങ് ആവാനൊക്കെ സഹായിക്കുന്നൊരു ഘടകമാണ്. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ടും പ്ലാന്റ് ബേസ്ഡ് ആണ്. അതായത് സസ്യങ്ങളിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു, പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഇതിൻ്റെ ആഗിരണ തോത് വളരെ കൂടുതലാണ്. അലർജി ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അലർജി ഫ്രീ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ. അപ്പോൾ ഇത് നമ്മുടെ ജോയിൻസിൻ്റെ ഇൻഫ്ലമേഷൻ, അതായത് ജോയിൻസിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക്, സന്ധികൾക്കുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക് പരിഹാരമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ആയാസത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന, സന്ധികളുടെ ആയാസത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, കട്ടി കൂടുന്ന അവസ്ഥയും അല്ലെങ്കിൽ കൈകാലുകൾ അനക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ മാറ്റി, ആ ഒരു വേദനയൊക്കെ മാറ്റി ശരീരത്തിനെ വീണ്ടും അനങ്ങുന്ന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ഹെൽത്തിനെ വളരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടാബ്ലറ്റ് ഒരു ദിവസം കഴിക്കേണ്ടുന്നത്, ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. ഇതിൻ്റെ DP പ്രൈസ് എന്ന് പറയുന്നത് 984 MRP 1476 രൂപയാണ് വരിക. PV 31 ഉണ്ടാവും, BV 620 ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.